ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ റമദാൻ കരീം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നും ഞാൻ ഒരു 3 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ കറിയും അതേപോലെ പത്തിരിയും തന്നെയാണ് കേട്ടോ. ഇന്നലെയും പത്തിരിയും ചിക്കൻ കറിയും തന്നെ ആയിന്, ഇന്നും പത്തിരിയും ചിക്കൻ കറിയും തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളിന്ന് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ റോളാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ റോൾക്ക് ഞാൻ കുറച്ച് എല്ലില്ലാത്ത പീസ് നോക്കിയിട്ടുള്ള ചിക്കൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പത്തിരീൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴത്തേന് ഇതിൽ മുളകും ഉപ്പൊക്കെ നല്ലോണം പിടിച്ചോളും. അപ്പോൾ അതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരിക്ക് പൊടി വാട്ടാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കി അത്ര പത്തിരി ഉണ്ടാക്കണമല്ലോ കേട്ടോ, ഇന്നലെ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിനി. പിന്നെ ഇന്നിപ്പോൾ 3 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 3 കപ്പും പിന്നെ അതിലേറെ കുറച്ച് വെള്ളം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം അങ്ങനെ അളന്ന് വെക്കുന്നത് കൊണ്ട് പിന്നെ നമുക്ക് വെള്ളത്തിൽ നിന്ന് പിന്നെ മുക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ വെള്ളം വേറെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, പാകമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം. അങ്ങനെ പൊടിയൊക്കെ വാട്ടിയിട്ട് പിന്നെ ഞാൻ വാട്ടി കുഴച്ച് ഒക്കെ റെഡിയാക്കിയിട്ടാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ പൊടിയൊക്കെ കുഴച്ചത് ഉരുളകളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ പത്തിരി പ്രസ്സിലാണ് കേട്ടോ പത്തിരി പരത്തുന്നത്. ഇന്നിപ്പോൾ പിന്നെ കുഴൽ വെച്ചിട്ട് പരത്തണില്ല. അപ്പോൾ എൻ്റെ പ്രസ്സിൽ പിന്നെ നല്ലോണം പരന്ന് കിട്ടൂല കേട്ടോ. എന്നാലും ഞാൻ ഓയിലൊക്കെ ആക്കിയിട്ട് ഒരു പ്രാവശ്യം ഒന്ന് അമർത്തി കൊടുത്തിട്ട് പിന്നെ പത്തിരി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അമർത്തി കൊടുക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പത്തിലൊക്കെ കിട്ടും, വല്ലാതെ കട്ടില്ലാതെ കിട്ടും. പത്തിരി കനം കുറഞ്ഞാലുള്ളൂ നല്ല സോഫ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ പിന്നെ ഇന്നലെ ഇപ്പോൾ പരത്തിയേക്കാനി, ഇനി പരത്തണില്ല കേട്ടോ. ഇന്നിപ്പോൾ ഇതേപോലെ ഈ പ്രസ്സിലിട്ടിട്ട് അങ്ങനെ അമർത്തി കൊടുത്തേക്കാണ്. അങ്ങനെ പത്തിരിയൊക്കെ അവിടെ പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു സമയമായപ്പോഴത്തേന് നമ്മളെ ചിക്കൻ കറിയൊക്കെ വെന്തിട്ടുണ്ടായിനി. അപ്പോൾ ഇനി കറി ഒന്ന് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ. കറിക്ക് തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ടായിനി. പിന്നെ ഇന്നലെ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിനി തേങ്ങ വറുക്കലില്ല എത്താന്ന് ചോദിച്ചിട്ട്. തേങ്ങ വറുക്കലൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഇപ്പം ഒരു മടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങ വറുക്കാനൊന്നും നിന്നിട്ടില്ല, തേങ്ങ അങ്ങനെ തന്നെ അരച്ചു കൊടുത്തേക്കാണ്. എന്നാലും ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കറിൻ്റെ കാര്യം റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ അരിഞ്ഞ് തൂമിച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചിക്കൻ റോൾക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കറി വന്നപ്പോൾ പത്തിരിക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. പത്തിരിക്കല്ല് ചൂടാവുമ്പോഴത്തേന് ഇതിവിടെ ചട്ടിയിൽ ഇട്ടതാണ്. അങ്ങനെ ഇപ്പോൾ അതവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് വെച്ചാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കിച്ചണിൽ ഇപ്പച്ചി മക്കളൊക്കെ ഉണ്ട് ഇളക്കി കൊടുക്കാനൊക്കെ. അപ്പോൾ ഇതാ ഞാൻ പത്തിരിക്കല്ല് ചൂടായപ്പോൾ പിന്നെ വേഗം പത്തിരി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ പത്തിരി ചുടുന്നത് ഞാൻ ഇന്നലെ കാണിച്ചില്ലേ. അപ്പോൾ മക്കളിന്ന് ബത്തക്കൊണ്ട് നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, മക്കളും ഉപ്പച്ചൊക്കെ കൂടിയിട്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറ എടുത്ത് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം ബത്തക്ക എടുത്തിട്ട് ഇതാ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ ബത്തക്ക അതിൽ നിന്ന്. അങ്ങനെ എപ്പച്ചി മക്കളൊക്കെ അതിൻ്റെ പണിയിലാണ്. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്നല്ലോ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിക്കൻ റോൾക്കുള്ള, അപ്പോൾ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിവിടെ വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സവാള വാടി വരുമ്പോഴത്തേന് നമുക്ക് ജ്യൂസിൻ്റെ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മക്കൾ ഞാൻ പറഞ്ഞല്ലോ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബത്തക്ക അങ്ങനെ ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ ഒരു മാക്സിമം കളഞ്ഞിട്ടുണ്ട് കിട്ടുന്നതൊക്കെ. പിന്നെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉടച്ചു കൊടുക്കുകയാണ്. എനിക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല ലൂസായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഇഷ്ടം, കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടുള്ളത്. ഇതിപ്പോൾ കുറച്ച് പിന്നെ ഇത് ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിഞ്ചുമോള് പറഞ്ഞിങ്ങനെ ഉടയാതെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതാ തേങ്ങാപ്പാലൊക്കെ ഓരെന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും ഒക്കെ ഒന്ന് തന്നെ തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ. ഒരു തേങ്ങൻ്റെ പാലാണ് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
പിന്നെ അത് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 സ്പൂണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ഈ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കാര്യമായിട്ട് വത്തക്കൊണ്ട് ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കലില്ല കേട്ടോ. അങ്ങനെ മിൽക്ക് മെയ്ഡും തേങ്ങാപ്പാലൊന്നും ഒഴിച്ചിട്ട് ഫസ്റ്റാണ് കേട്ടോ കുടിക്കുന്നത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ഞാൻ ഓളി പറഞ്ഞപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഇനി നോമ്പ് തുറന്നപ്പോൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അപ്പോൾ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ, തണുത്ത വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബത്തക്കയും അതേപോലെ ബത്തക്കയിലും മധുരം ഉണ്ടാവും ചെറുതായിട്ട്. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡും ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ മധുരം ഉണ്ടാവും. എന്നാലും കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിനി കേട്ടോ. അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ജ്യൂസ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ചെയ്ത് നോക്കോണ്ടി. പിന്നെ ലൂസായിട്ട് ജ്യൂസ് കുടിക്കണ ആ ഒരു ഇത് കിട്ടിയിട്ടില്ല കേട്ടോ. അതിലിങ്ങനെ ഇടയ്ക്ക് കഷ്ണങ്ങളുള്ളതുകൊണ്ട്. പിന്നെ ഇതാ നമ്മുടെ സവാള ഇവിടെ വാടി വന്നിട്ടുണ്ടായിനി. അപ്പോൾ അതിലേക്ക് ഞാൻ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടായിനി. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ഒന്ന് പിച്ചിയിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കാനുള്ള ദോശ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. 1 കപ്പ് മൈദക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിക്കണതുള്ളൂ വീഡിയോയിൽ കാണുന്നത്. 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിനി. പിന്നെ ഇതാ ഞാൻ അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് കുറച്ച് എന്താ പറയുക കുറുകിയിട്ടാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് കേട്ടോ ഇതിന് വേണ്ടത്. അപ്പോൾ ഇതാ ഞാനിത് ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഈസിയാണ് കേട്ടോ ഇങ്ങനത്തെ പിന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ റോളിന് വേണ്ട പിന്നെ നമ്മൾ പരത്തിയിട്ടൊക്കെ എടുക്കുമ്പോൾ അതിലേറെ സുഖം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. കനം കുറച്ചിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ റോൾ കഴിക്കുമ്പോൾ. നല്ല കട്ടിയുള്ള ദോശ ആകുമ്പം അത്രക്ക് ഇതുണ്ടാവില്ല കേട്ടോ. ഇതേപോലെ കട്ടില്ലാതെ ചുട്ടെടുക്കാൻ കഴിയും. പിന്നെ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കട്ടെ. എന്നിട്ട് പിന്നെ ഞാൻ കാണിക്കാം കേട്ടോ ഇത് ചുറ്റണത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണെന്നെങ്കിലും എന്നാലും ആരെങ്കിലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏതായാലും ഇത് ഉണ്ടാക്കല്ലേ, അപ്പോൾ ആർക്കെങ്കിലും ഉപകാരം ആകുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു ദോശ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 സ്പൂണ് ഫില്ലിങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ് ഒരുപാട് ചേർത്ത് കൊടുത്താൽ ഇത് പിന്നെ റോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുത്തിട്ട് 2 വശം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ഒട്ടും. പിന്നെ നമ്മൾ മുട്ടൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഫില്ലിങ് പുറത്ത് വരുമൊന്നുമില്ല. പിന്നെ ഇതാ ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പതിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ മുട്ട ഞാനിവിടെ പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ റോളൊന്ന് പിന്നെ മുക്കിയിട്ട് പിന്നെ ഇതാ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഇനി ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കട്ടെ, എന്നിട്ട് പിന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഒരു 3 എണ്ണം ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് പിന്നെ ദോശ ചുട്ടെടുക്കണുള്ളൂ കേട്ടോ. ദോശ ചുട്ടെടുക്കലും അതേപോലെ ഫില്ല് ചെയ്യലും ഒക്കെ ഒപ്പാണ് കേട്ടോ. അപ്പോൾ ഒക്കെ അതാ ഇപ്പം ആ 3 എണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ. അപ്പോൾ അതിവിടെ ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനൊന്നും കൂടില്ല കേട്ടോ, കുറേ സമയമായിട്ടുണ്ട്. അപ്പം എത്ര നേരത്തെ ഞാൻ കിച്ചണിൽ വന്നാലും നോമ്പ് തുറക്കണ സമയമാകുമ്പോഴത്തേന് ഒരു തട്ടിപ്പടയിലാണ് കേട്ടോ. മക്കളും ഉപ്പച്ചൊക്കെ ഉണ്ടാവും സഹായിക്കാൻ, എന്നാലും ഒന്ന് കഴിഞ്ഞ് കിട്ടൂല. അങ്ങനെ ഇപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് സമയം. അപ്പോൾ ഇതാ മക്കളൊക്കെ കൂടിയിട്ട് പിന്നെ ജ്യൂസൊക്കെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ റോൾ ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു 2-3 എണ്ണം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ അതൊക്കെ ചെയ്യാൻ വരുമ്പോഴത്തേന് ബാങ്ക് കൊടുക്കും. അപ്പോൾ ഒരു ഒക്കെ റെഡിയാക്കിയിട്ട് ടേബിളുമ്മ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്.
അപ്പോൾ ഇന്ന് ഈ ചിക്കൻ റോളും അതേപോലെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിന്, മുന്തിരിയും അതേപോലെ പേരക്കൊക്കെ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നോമ്പ് തുറക്കണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നോമ്പ് തുറന്ന് പിന്നെ ജ്യൂസും അതേപോലെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങളെ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ പത്തിരിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വരൽ. അപ്പോൾ അങ്ങനെ പത്തിരിയും ചായയൊക്കെ പിന്നെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ പെലച്ചക്കൊക്കെ ഉള്ളതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുപ്പിൽ നല്ലോണം തീ ഉണ്ടായപ്പോൾ ഞാൻ അപ്പം തന്നെ ചോറ് അടുപ്പത്ത് അരിയും വെള്ളമൊക്കെ ഒപ്പം തന്നെ അങ്ങനെ വെച്ച് കൊടുക്കലേനി കേട്ടോ, വെച്ച് കൊടുത്തേക്കാനും. അപ്പോൾ അങ്ങനെ ചോറ് വെന്തിട്ടുണ്ടായിനും. പിന്നെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാത്രം കഴുകണതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണത്. അപ്പോൾ പത്തിരി ചുടലും അതേപോലെ കറി ഉണ്ടാക്കലും പിന്നെ ചോറൊക്കെ വേവിക്കലൊക്കെ കഴിയുമ്പോഴത്തേന് അടുപ്പിൽ നല്ലോണം കനലുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പപ്പടം പൊരിച്ചാണ്ട് ആ ഒരു എണ്ണയിൽ തന്നെ ആ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിനി. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് അതും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പെലച്ചക്ക് ആണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ പത്തിരി ഉണ്ട്, അതേപോലെ കറിയും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മക്കളും ഉപ്പച്ചയൊക്കെ പത്തിരിയും കറിയൊക്കെ കഴിക്കും. എനിക്ക് ചോറ് കിട്ടണം. അപ്പോൾ പിന്നെ ഞാൻ ചോറും വെച്ച് പിന്നെ കുറച്ച് അരി അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അത്ര ചോറൊന്നും വെക്കലില്ല. നാളെ ശനിയാഴ്ച അല്ലേ, അപ്പോൾ നമ്മൾ കുട്ടിയൊക്കെ നോമ്പ് നോക്കാത്തത് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് വേറെ ഇനി രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ അവർക്കുള്ളത് കൂടെ അങ്ങനെ വെച്ചതാണ് കേട്ടോ. പിന്നെ കറി ഞാനിതാ പപ്പടം താളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉള്ളിയും ചെറിയ ഉള്ളിയും അതേപോലെ പച്ചമുളകൊക്കെ ഒന്ന് പിന്നെ മൂപ്പിച്ചിട്ട് പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 2 പപ്പടമൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. പെലച്ചക്കൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റാണ്. ഇതിക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതോ അല്ലെങ്കിൽ ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പപ്പടം ഉണ്ടെങ്കിൽ അത് മാത്രം മതി ചോറ് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ കരിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ രാത്രി തന്നെ കഴുകി വെക്കും കേട്ടോ. ഇനിയിപ്പോൾ നാളെ നമുക്കൊരു ഓർഡറും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാറ്ററിംഗ് വർക്ക് ഉണ്ട് കേട്ടോ നാളെ. അപ്പോൾ ഇന്ന് രാത്രി തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചാൽ എനിക്ക് രാവിലെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു ടെൻഷനും ഇല്ലാതെ എല്ലാം ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് തറാവിയൊക്കെ നിസ്കരിച്ചിട്ട് നല്ല റാഹത്തായിട്ടൊന്ന് കിടന്നുറങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കാണാം.